വേദിയിൽ ഒരു വിജയകരമായിട്ടുള്ള തുടക്കത്തിന് കൂടി ഒരു കിക്ക് സ്റ്റാർട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും അതിന് സാക്ഷിയാവാൻ പോവുകയാണ്. സെൽടോക്ക് ബിൽഡ് കെയർ LLPയുടെ ലോഗോ ലോഞ്ച് ആണ് അടുത്തത്. ഇത് നിസാരം വെറും ഒരു ചെറിയൊരു കമ്പനിയുടെ തുടക്കമല്ല, ഒരു സ്വപ്നത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. മനുഷ്യ മനസ്സുകളെ പരസ്പര സ്നേഹത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഒരു യാത്രയാണിത്. ജാതി, മതം, വർണ്ണം, രാഷ്ട്രീയം എന്നീ വിവേചന ചിന്തകളെ മാറ്റി പകരം പരസ്പര വിശ്വാസവും സാഹോദര്യവും സ്നേഹവും വളർത്തി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹസഭയാക്കി ചുറ്റിലും മാറ്റുക. അതാണ് സെൽടോക്കിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ നമുക്കിനി അതിന്റെ ലോഗോ ലോഞ്ച് ചടങ്ങിലേക്കാണ് കടക്കേണ്ടതായുള്ളത്. ഈ ഒരു കർമ്മം നിർവഹിക്കാനായി റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സെൽടോക്ക് ബിൽഡ് കെയർ LLPയുടെ സാരഥികളായ CEO മിസ്റ്റർ ജാസിം, ഡയറക്ടർ മിസ്റ്റർ ഫാസിൽ, മിസ്റ്റർ അനു റസൽ, ജനറൽ മാനേജർ മിസ്റ്റർ അമർനാഥ്, ഇവരെയും ഈ മഹനീയ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. യെസ്, ഇനി ലോഗോ ലോഞ്ചിന്റെ സമയമാണ്. റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ആ കർമ്മം നിർവഹിക്കുന്നു. നമുക്ക് നിറഞ്ഞ കയ്യടികളുമായി ഒപ്പം ചെയ്യാം. Celtruck Construction Chemicals, engineered to strengthen, protect, and endure. Yes, here is Celtruck Build Kea LLP. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇൻട്രോയിൽ നമുക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? യെസ്, അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനായി സെൽടോക്ക് ബിൽഡ് കെയർ LLPയെ പറ്റി സംസാരിക്കാനായി ചെയർമാൻ ശ്രീ മുഹമ്മദ് റഫി KM ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 30 വർഷത്തെ ഡാംഷുവറിൻ്റെ മദർ കമ്പനിയായ KMGCയുടെ ജേണിയിൽ ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഒരു ക്ലൗഡിൻ്റെ മുന്നിൽ ഒരു അവാർഡ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതിന് അവസരമൊരുക്കിയ റിപ്പോർട്ടർ TVക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ പുണ്യതംഗം ജനങ്ങൾക്കും എൻ്റെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് മറക്കാൻ കഴിയാത്ത ഈ നാടിനോട് എനിക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അനാഥനായിരുന്നു. ബോർഡിങ്ങിലും തെരുവിലും ഒക്കെ ജീവിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ജീവിതത്തിൽ നിന്ന് എനിക്ക് അനുഭവിച്ചിട്ടുള്ള അവഗണനകളും എല്ലാം ആയുധമാക്കി അതിനെല്ലാം ഊർജമാക്കി ഞാൻ ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന ഒരാളാണ്. 1990 മുതൽ 93 വരെ ഈ തലശ്ശേരി കടപ്പുറത്ത് ഞാൻ മത്സ്യം ചുമന്നിട്ടുണ്ട്, ഐസ് ഏറ്റിയിട്ടുണ്ട്, അവിടെ നിന്ന് മീനെടുത്ത് പല സ്ഥലങ്ങളിലേക്കും ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഓട്ടോ ഡ്രൈവറായി, അങ്ങനെ പല തരത്തിലുള്ള എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റോറിയാണ്. ഇതെൻ്റെ വൈഫ്. ഇവൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. 1996 ഞങ്ങളുടെ വിവാഹം. ഏകദേശം 30 വർഷമായി. ഈ 30ാം വാർഷികത്തിൻ്റെ എനിക്ക് ഇതിലും മധുരമായിട്ടുള്ള ഒരു എന്താ പറയുക, എനിക്ക് പറയുകയില്ല, ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു സന്തോഷം എനിക്കിനി വേറെ കിട്ടാനില്ല. ഈ നാട്ടിലെ എല്ലാവരോടും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. പ്രത്യേകിച്ച് എനിക്ക് ശംസി സാറിൻ്റെ കൂടെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശംസി സാറിനെയും അരുൺ സാറിനെയും അതേപോലെ ആൻഡോകേഷൻ സാറിനൊക്കെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു.